ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഫ്രഞ്ച് വിപ്ലവം നടക്കുകയാണ്. ശത്രു സൈന്യം ഒരു ഗ്രാമം ആക്രമിച്ചു. ഒരമ്മ 2 മക്കളുമായി പ്രാണരക്ഷാർത്ഥം വീടുപേക്ഷിച്ച് പലായനം ചെയ്യുകയാണ്. വനാന്തരങ്ങളിലും തെരുവോരങ്ങളിലും അവർ അലഞ്ഞു തിരിഞ്ഞു. ആരും അഭയം കൊടുത്തില്ല. അങ്ങനെ 3 ദിവസങ്ങളോളം ഒന്നും ഭക്ഷിക്കാതെ കുടിക്കാതെ തളർന്ന് അവശരായി. പെട്ടെന്നാണത് സംഭവിച്ചത്. എതിരെ പട്ടാളക്കാർ കടന്നു വന്നു. തിടുക്കത്തിൽ കാട്ടുചെടികൾക്കിടയിൽ ഒളിക്കാൻ ശ്രമിച്ചെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടു. പട്ടാളക്കാരിൽ ഒരുവൻ അവരെ തെരുവിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുവന്നു. എന്നാൽ അവരുടെ ദയനീയത കണ്ട മാത്രയിൽ ക്യാപ്റ്റന് അലിവ് തോന്നി. തൻ്റെ തുകൽ സഞ്ചിയിൽ നിന്ന് ഒരപ്പമെടുത്തു നീട്ടി. ഇരയുടെ മേൽ കാട്ടുമൃഗം ചാടി വീഴുന്ന കണക്കെ അമ്മ തിടുക്കത്തിൽ അപ്പം കവർന്നെടുത്തു. 2 കഷണങ്ങളായി മുറിച്ച് ഓരോന്നും ഇരുവശങ്ങളിലും നിന്ന മക്കൾക്ക് കൊടുത്തിട്ട് സംതൃപ്തിയോടെ നിന്നു. അത് ശ്രദ്ധിച്ച ഒരു പടയാളി പിറുപിറുത്തു. കണ്ടില്ലേ, അവൾക്ക് വിശക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ക്യാപ്റ്റൻ തിരുത്തി. എനിക്കുറപ്പുണ്ട്, അവൾക്ക് വിശക്കാത്തത് കൊണ്ടല്ല, അവൾ ഒരമ്മയായതുകൊണ്ടാണ്. അതെ, അമ്മയെന്ന നാമം തുളുമ്പിപ്പോകാത്ത സ്നേഹമാണ്. ആദരവോടും വിറയലോടും കൂടി വേണം അമ്മ എന്ന നാമം ഉച്ചരിക്കുവാൻ. കാരണം സ്വയമൊരു മകൻ്റെ കർമ്മനിയോഗങ്ങൾ പാലിക്കാതെ അധരം കൊണ്ട് അമ്മ എന്ന് ഉരുവിടുന്നത് ഒരു ആത്മവഞ്ചനയാണ്. അമ്മയാകാൻ സമർപ്പണം വേണം. ഒരു സ്ത്രീ സ്വയം ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതമാണ് അമ്മ. മറ്റെവിടെ നിന്നും ലഭിക്കാത്ത നന്മയുടെ പാഠങ്ങൾ തൻ്റെ അമ്മയുടെ പക്കൽ നിന്നും പഠിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. മാതൃസ്നേഹത്തിൻ്റെ മുൻപിൽ അമ്മ ഒരു വ്യക്തിയല്ല, ഒരു വലിയ മനസ്സാണ്. അമ്മയുടെ ചിറകിൻ കീഴിൽ അഭയം തേടുന്ന കോഴിക്കുഞ്ഞിന് അറിയാം, ഗരുഡൻ്റെ കണ്ണെത്താത്ത സ്വർഗത്തിൻ്റെ മുദ്ര വെച്ച് അടയ്ക്കപ്പെട്ട രക്ഷാസങ്കേതത്തിലാണ് താൻ ഇരിക്കുന്നതെന്ന്. യെശയ്യാവ് 66:13. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.